താമരശ്ശേരിയിൽ സഹപാഠിയെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു വന്ന കുട്ടികളുടെ വാർത്ത പുറത്തു വന്നു. തുടർന്ന് കുട്ടികളിൽ റീസെൻ്റ്ലി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അക്രമവാസനയുടെ കാരണങ്ങൾ തേടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാരണം ഒന്നല്ല, നമുക്കറിയാം, മൾട്ടി ഫാക്ടോറിയലാണ്. കുടുംബപരമായിട്ടുള്ള, സാമൂഹികപരമായിട്ടുള്ള, കൾച്ചറിൽ വന്നിട്ടുള്ള വലിയ മാറ്റമുണ്ട് ഇപ്പം. കൂടാതെ സോഷ്യൽ മീഡിയേൻ്റെ ഒരു എക്സ്പോഷർ, ഡ്രഗ് അബ്യൂസ്, ഈ കൺവെൻഷണലായിട്ടുള്ള അധ്യാപന രീതി മാറിയിട്ട് അധ്യാപകർക്ക് കുട്ടികളെ വേണ്ട രീതിയിൽ ശിക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരാനുള്ള ഫ്രീഡം ഇല്ലായ്മ, അങ്ങനെ കാരണങ്ങൾ പലതല്ലേ. ഇത്തരത്തിൽ സാമൂഹികമായിട്ടുള്ള പല ഡയകളിലുള്ള സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുകയോ റെഗുലേറ്റ് ചെയ്യുകയോ ചെയ്തുകൊണ്ടൊന്നും മുമ്പോട്ട് പോക്ക് നടക്കൂല. ജുവനൈൽ ജസ്റ്റിസിൻ്റെ കീഴിലുള്ള നിയമങ്ങൾ, ശിക്ഷാ നടപടികൾ കൊടുക്കാനുള്ള നിയമങ്ങളിൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. നമ്മൾ രാജ്യം വിട്ടിട്ട് അമേരിക്കയോ ബ്രിട്ടനോ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ബ്രിട്ടനിൽ 1993 നടന്ന ഒരു ജെയിംസ് ബൾഗർ മർഡർ കേസുണ്ട്. അതിൽ പ്രതികൾ 2 പേരുടെ പ്രായം 10 വയസ്സായിരുന്നു. എന്നിട്ട് പോലും ആ കുട്ടികളെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഡിറ്റൻഷനിലേക്ക് കൊടുക്കുകയും 8 വർഷത്തോളം അവർ ജയിലിൽ കിടക്കുകയും 2001 ഒരു വെളിയിറങ്ങിയും വീണ്ടും അതിലൊരാൾ സ്പെഷ്യൽ കണ്ടീഷൻസ് ഒക്കെ ബ്രീച്ച് ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും അകത്ത് പോവുകയും 2013 പുറത്തിറങ്ങി 2017 അതിലൊരാൾ ചൈൽഡ് സെക്സ് അബ്യൂസ് ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും അകത്ത് പോയി ഇപ്പോഴും ജയിലിൽ കിടക്കുക. അത്തരത്തിൽ ശിക്ഷ കൊടുത്ത രാജ്യത്ത് പോലും ഇത്തരത്തിൽ പുറത്തിറങ്ങുന്ന കുട്ടികളുടെ ഈ രീതിയിലാണ് പെരുമാറുന്നത്. നമ്മൾ ചെയ്യുന്നതോ ജുവനൈൽ ജസ്റ്റിസിൻ്റെ റീഹാബുകളിലേക്ക് വിടും, അവിടുന്ന് പഠിപ്പിക്കും, വൊക്കേഷണൽ കോഴ്സ് പഠിപ്പിക്കും, എന്നിട്ട് പുറത്തിറക്കി വിടും. വീണ്ടും ഈ കുട്ടികൾ പഴയ അവസ്ഥയിലേക്ക് പോകും. നമുക്കതിനൊരു മാറ്റം വേണ്ടേ?